നമസ്കാരം, ഗുഡ് ഈവനിംഗ്, വെൽക്കം, സ്വാഗതം, വണക്കം. Once again, welcome to today's episode of Boing Boing. Boing Boing. വീഴ്ചകൾ ആഘോഷമാക്കുന്ന ഷോ, അതാണ് നമ്മുടെ ബോയിങ് ബോയിങ്. വീഴ്ചകൾ, അബദ്ധങ്ങളൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ലോകം ക്രിക്കറ്റിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സി കേരളത്തിന്റെ മുഴുവൻ പ്രേക്ഷകരെയും ഇന്നത്തെ ഈ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് വൺസ് അഗെയിൻ വെൽക്കം ചെയ്യുന്നു. സൂരജ് വീഴ്ചകളെയും അബദ്ധങ്ങളെയും കുറിച്ച് പറഞ്ഞു. എനിക്ക് അബദ്ധങ്ങളെ കുറിച്ചാണ് പറയേണ്ടത്. ഈ അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത ഒരു മനുഷ്യൻ തന്നെ ഇല്ല. ഈ അബദ്ധങ്ങൾ നമുക്ക് സംഭവിക്കുമ്പോൾ ഭയങ്കര ദുരിതമായിരിക്കും. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ ഈ അബദ്ധങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ, കൂടെ ചിരിക്കാൻ കുറേ കാര്യങ്ങൾ. അല്ല, അബദ്ധങ്ങൾ എന്ന് പറയുന്നത് അന്നേരം ചെറിയൊരു അയ്യോ പറ്റിപ്പോയല്ലോ എന്ന് ചിന്തിക്കെങ്കിലും വലിയ വലിയ പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. പിന്നീട് ആലോചിക്കുമ്പോൾ അത്യാഗ്രഹം മൂത്ത അബദ്ധം പറ്റുന്നതുണ്ട്. അതുപോലെ ഈ വേദിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ അബദ്ധങ്ങളും വീഴ്ചകളും കുറെ അധികം സംഭവിക്കാറുണ്ട്. ഇത് കാണുമ്പോഴാണ് നിങ്ങൾ ടിവിയുടെ മുന്നിൽ ഇരുന്ന് കൂടെ ചിരിക്കുന്നത്. അതെല്ലാം പോട്ടാളിയാ, നിന്റെ ജീവിതത്തിൽ എന്നും അബദ്ധങ്ങളിലാണ്. ഞാൻ അങ്ങനത്തെ അബദ്ധങ്ങളൊന്നുമില്ല. ഒരു ചെറിയൊരു കാര്യം പറയാം. എനിക്കല്ല, എന്റെ അനിയനെ പറ്റിയൊരു അബദ്ധം പറയാം. നീ പേര് മാറ്റി. അല്ല, എന്റെ അനിയനെ പറ്റി തന്നെയാണ് സംഭവിച്ചത്. ഞാനിപ്പോ ഇവിടെ ഷൂട്ടിലുള്ളതുകൊണ്ട് തന്നെ വീട്ടില് മാങ്ങ ഇങ്ങനെ പഴുത്തിട്ട് ഏതാണ്ട് പോകുന്ന ഒരു സമയമാണ്, കഴിയാറാകുന്ന സമയമാണ്. അപ്പൊ സൂരജ് മാങ്ങ തിന്നോട്ടെ എന്ന് കരുതിക്കോട്ടെ എന്റെ അമ്മ എന്ത് ചെയ്തു, കുറച്ച് മാങ്ങയൊക്കെ കൊടുത്തിട്ട് ഇന്നലെ ഇങ്ങോട്ട് ഫ്ലൈറ്റിന് വരുന്ന വഴിക്ക് അവന് കൊടുത്തു വിട്ടു. അവൻ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിട്ട് കണ്ണൂർ എയർപോർട്ടിൽ വന്ന സമയത്ത് നിന്റെ സ്വഭാവം കാണിച്ചോ, ക്യാബിൻ ക്രൂവിനെ കണ്ടപ്പെടുത്താൻ കൊടുത്തു? ഇല്ല, ആരെങ്കിലും കൊടുത്തില്ല. അവൻ നേരെ ബോർഡിംഗ് പാസ് കൊടുക്കുന്ന സ്ഥലത്ത് പോയപ്പോ അവര് പറഞ്ഞു മാങ്ങ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് സെപ്പറേറ്റ് ഒരു കവർ പോലത്തെ ഒരു സെറ്റപ്പിൽ ഒരു പെട്ടിയിലാണ് കൊണ്ടുവന്നത്. അപ്പൊ അവര് പറഞ്ഞു ഇത് സെപ്പറേറ്റ് ആയിട്ട് കവർ ചെയ്യണം, പേ ചെയ്തിട്ട് കവർ ചെയ്യണം. അങ്ങനെ 300 rupees കൊടുത്തിട്ട് അവനത് കവർ ചെയ്തു. നാട്ടില് മുറ്റത്ത് ഇങ്ങനെ വീട് കിടക്കുന്ന സൂരജ്, അത് മുറ്റത്ത് കിടക്കുന്ന മാങ്ങ, വെറുതെ കിടക്കുന്ന മാങ്ങ. അങ്ങനെ കവറൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്ന ആ മാങ്ങ ഇവിടെ നിന്ന് കഴിക്കാൻ നോക്കുമ്പോ എന്താ അവസ്ഥ അറിയോ? കംപ്ലീറ്റ് പുഴു, ഒറ്റ ഒന്ന് കിട്ടി. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? മാങ്ങ തിരിക്കാനുള്ള അത്യാഗ്രഹം മൂത്ത് വീട്ടിൽ നിന്ന് അനിയനെ വണ്ടിക്കൂലിയും കൊടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് പുഴു കയറി. ഇപ്പൊ മനസ്സിലായ നിനക്കും അത്യാഗ്രഹം മൂത്ത് പറ്റിയതാണ്. അത്യാഗ്രഹമല്ല, ഇത് സ്നേഹം കൊണ്ടുണ്ടായതാണ്. നമ്മുടെ ഡയറക്ടർ ഇപ്പൊ ഇന്നിയറിൽ പറഞ്ഞേ എനിക്കൊരു അബദ്ധം പറ്റി, നിങ്ങളെ രണ്ടുപേരും ഇവിടെ സംസാരിക്കാൻ നിർത്തിയെന്ന്. ഞാൻ കേട്ടില്ല, അത് നിന്നെ കേൾക്കാതെ എന്റെ ഇന്നിയർ വർക്ക് ചെയ്യുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ അബദ്ധത്തിന്റെ കഥ നിർത്തിയിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ ഈ വേദിയിലും കുറെ അബദ്ധങ്ങൾ സംഭവിക്കാൻ തയ്യാറായിട്ട് കുറച്ച് ചുണക്കുട്ടികൾ എത്തിയിട്ടുണ്ട്. രസക്കാഴ്ചകൾ സമ്മാനിക്കുന്നതിന് മുന്നേ നമുക്ക് അവരെ പരിചയപ്പെടേണ്ടേ. ലെറ്റ്സ് വെൽക്കം ദ ബ്യൂട്ടിഫുൾ ആൻഡ് സ്മാർട്ട് ഗേൾസ് ഫ്രം ടീം എ ആൻഡ് ടീം ബി. അടിപൊളിയാണ്, എല്ലാ സുന്ദരിമാരാണ്, കംപ്ലീറ്റ് സുന്ദരിമാരാണ്. ഇത് പതിവ് പോലെ തള്ളുന്നതാണ്, എല്ലാ എപ്പിസോഡിലും ഉണ്ട്. അങ്ങനെയല്ല, നമ്മളിങ്ങനെ പറയുമ്പോ അവരുടെ മുഖത്ത് പെട്ടെന്ന് ഒരു രക്തപ്രസാദം വന്നു. അതേ നീ സുന്ദരി കുട്ടി. അവരിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ മാത്രമാണ് ഇതുവരെയുള്ള ബോയിങ് ബോയിങ് എപ്പിസോഡുകളിൽ വന്നിട്ടുള്ള സുന്ദരിമാരെന്ന്. അപ്പൊ അവർക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടും. അത് ചിലപ്പോൾ അവർ ജയിക്കാൻ കാരണം. ഓക്കെ, ആ പോസിറ്റീവ് വൈബോട് തന്നെ നമുക്ക് ആദ്യം പരിചയപ്പെടേണ്ട ടീം എ ആണ്. ടീം എ, പ്ലീസ് വെൽക്കം. ടീം എയിൽ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റിഷാനയാണ്. റിഷാന, വെൽക്കം. എവിടുന്നാ വരുന്നത്? തലശ്ശേരിക്കാരിയാണ്. ബിരിയാണി ഒക്കെ അറിയോ? റിഷാന പറഞ്ഞു ഞാൻ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കുന്ന ആളാണ്. അതായത് എന്റെ കൂട്ടുകാരെ, എന്റെ വീട്ടുകാരെ, നാട്ടുകാരെ എല്ലാരും വെറുപ്പിക്കുന്ന ഒരാൾ ഞാനാണ്. എങ്ങനെയാണ് ഇവരൊക്കെ വെറുപ്പിക്കാൻ സാധിക്കുന്നത്? എങ്ങനെ സാധിക്കുന്നു? ഒരു കഴിവല്ലേ ഇതല്ലോ, കഴിവാണ്. അല്ല, അതൊന്ന് പറയും, എങ്ങനെയാണ് വെറുപ്പിക്കുന്നത്? വർത്താനം പറഞ്ഞിട്ട് പറയുമ്പോ തെറ്റിപ്പോയതാണ്. എന്താ നിങ്ങൾ അങ്ങനെ വർത്താനം പറയാ? മലയാളം. ഉമ്മാന്റെ സിസ്റ്റർ ഉണ്ട്. ഓക്കെ, ഉമ്മാന്റെ സിസ്റ്ററോട് ചോദിക്കാം എന്താണ് ഏറ്റവും വലിയ അബദ്ധം? പേരെന്താ? ജസീല. വെറുപ്പിക്കൽ പരിപാടി വീട്ടിലൊക്കെ ഉണ്ടോ? മൊത്തത്തിൽ വെറുപ്പിക്കലാണ്. എങ്ങനെയാണ് വെറുപ്പിക്കുന്നത്? കരഞ്ഞു കരച്ചിൽ കാണിച്ചു. വെറുതെ ആവശ്യമില്ലാണ്ട് അതന്നെ വേണ്ടത്. ഒരു നോർമൽ കരച്ചിൽ. അല്ല, എന്തായാലും കുഴപ്പമില്ല. എങ്ങനെയാണ് വെറുപ്പിക്കുന്നത് നോക്കട്ടെ. നിൽക്കുന്ന ആള് നിന്നാ മതി, ബാക്കിയുള്ള ഓഡിയൻസ് ഒക്കെ എന്തൊരു ബോറാണ്. ശരി, അധികം വെറുപ്പിക്കാതെ നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. അടുത്ത ആളുടെ പേരാണ് പെൺകുട്ടികൾ കണ്ണിലൊക്കെ എഴുതുന്ന ഒരു സംഭവമാണ് സുറുമ എഴുതിയ കണ്ണുകൾ. സുറുമി. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തേ. നമ്മുടെ DJ ഭയങ്കര സംഭവമാണ്, എന്റെ ഹൃദയമാണ്. മനസ്സിലായോ? ഇവിടെ വരുന്ന കുട്ടികളുടെ പേര് മനസ്സിലാക്കി നമുക്ക് ഒരു അശരീരി പോലെ പാട്ടുകൾ ഇവിടെ വരികയാണ്. എവിടുന്നാ വരുന്നത്? കോട്ടയത്ത്. സുറുമി എന്ത് ചെയ്യുന്നു? ഇപ്പൊ മോഡലിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, പിന്നെ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. ഷോർട്ട് ഫിലിം എന്തായിട്ടാണ്? നായികയായിട്ടാണോ? ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുമ്പോ എത്ര പൈസ മേടിക്കും നിങ്ങള്? ഫ്രണ്ട്സിന്റെ ഒക്കെ ഷോർട്ട് ഫിലിം ഫ്രീ ആയിട്ടൊക്കെ അഭിനയിക്കാറുണ്ടോ? ഇതുവരെ പേയ്മെന്റ് കിട്ടാത്ത ഷോർട്ട് ഫിലിം ഉണ്ട്. ആ അബദ്ധം പറയുക, ആ അബദ്ധമാണ് അറിയേണ്ടത്. അതെന്താ, അഭിനയം മോശമായതുകൊണ്ടാണ് പേയ്മെന്റ് ഞങ്ങളെ വലിപ്പിച്ചതാ. അത് പറയൂ, എങ്ങനെയാണ് സംഭവിച്ചത്? എന്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിമില് ഞാൻ ഗോസ്റ്റ് ആയിട്ടാണ്.
Almost അങ്ങനെ തന്നെയാണ്. Thank you. പെർഫെക്റ്റ് കാസ്റ്റിംഗ്. അപ്പത്തേക്കും എന്റെ ആ ഇത് ഇഷ്ടപ്പെട്ടിട്ട് അയാളുടെ ഷോർട്ട് ഫിലിമിലേക്ക് എന്നെ എടുത്തു. ആർക്ക് ഇഷ്ടപ്പെട്ടിട്ട്? ആ ചെക്കന് ആ. ചെക്കന് ഏത് ചെക്കൻ? അല്ല, അതായത് ആ ഡയറക്ടർ. ഡയറക്ടർ. ഒരു ഡയറക്ടർ ചെക്കൻ എന്ന് വിളിച്ച പൈസ തരുമോ? ആ, അതാണ് പ്രശ്നം. നമ്മള് ചങ്കോല നടക്കുന്നവരാകുമ്പോ കുഴപ്പമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പൈസ തരാതെ തേച്ചത്. അത് ഫുള്ള് ക്രൂസിന് ഫുള്ള് കൊടുത്തിട്ടില്ല. മാത്രല്ല അവൻ വിചാരിച്ചിട്ടുണ്ട് ഈ പ്രേതത്തിന് എന്താണ് കാശ്. അതുകൊണ്ടായിരിക്കും. എന്നിട്ട് എന്നിട്ട് പൈസ ഇന്നലെയൊക്കെ ചോദിച്ചു. ആ. എന്നിട്ട് ഇനി നന്ദി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അയാൾ പൈസ തന്നില്ല, അയാളുമായിട്ട് ഇപ്പൊ ബദ്ധ ശത്രുക്കളായി, നാളെ അയാൾ ഒരു സിനിമ എടുക്കാൻ പോവുകയാണ്, വീണ്ടും ചെയ്യാൻ പോവാ. അപ്പൊ വീണ്ടും വിളിച്ച പോവോ? പോവും. സിനിമയല്ലേ ടീമേൽ ഒരാളെ കൂടെ പരിചയപ്പെടണ്ടേ? അതാണ് ജാസ്മിൻ. ജാസ്മിൻ മണമുള്ള കുട്ടിയാണോ? എന്താണ് ജാസ്മിന്റെ മണമുള്ള വന്നപ്പോ ഒരു ചീഞ്ഞ മീനിന്റെ മണായിരുന്നു. നിങ്ങളുടെ അത്ര ഇതില്ല. ഞങ്ങളുടെ അത്ര മണമില്ലെന്ന്. ജാസ്മിൻ പറയും, എവിടുന്നാ വരുന്നത്? ഞാൻ പാലക്കാട്. എന്താ ചെയ്യണേ? എന്താ ചെയ്യണേ? ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞേ ഉള്ളൂ. എന്ത് ഇപ്പൊ ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞേ? കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പൊ ഈ വർഷം ഇത് ഇപ്പൊ ഐ മീൻ ലാസ്റ്റ് സെം എക്സാം എഴുതി എന്താ പഠിക്കണേ? എന്താ പഠിച്ചേ? ഞാൻ ഫാഷൻ ഡിസൈനിങ്. ആഹാ, ഏത് fashion കോളേജ്? designing ആണ് പഠിച്ചേ? ഞാൻ കോയമ്പത്തൂർ നെഹ്റു കോളേജിൽ. നെഹ്റു കോളേജിലാണ്. ആഹാ. ഈ ഒരുപാട് മലയാളികൾ പഠിക്കുന്ന കോളേജാണ്. അതെ. അപ്പൊ അവിടെയുള്ള ഫ്രണ്ട്സിനൊക്കെ ഒരു ഹായ് പറഞ്ഞോ? ഹലോ. ഹലോ. അയ്യേ, ഇതെന്ത് ഹലോ? ഇത് കണ്ടു കഴിഞ്ഞാൽ അവര് പറയും, നീ പൊടി, നിന്റെ ഹലോ ഒന്നും വേണ്ടെന്നൂടെ. പറയായിരിക്കും. അല്ലെങ്കിൽ എന്നെ പറ്റി വലിയ മതിപ്പില്ലാന്ന്. അതെ. ഓക്കെ, ജാസ്മിന് ജീവിതത്തിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ? അബദ്ധം ഞാനേ ഒരു അബദ്ധാണല്ലോ. ആ, അത് കുട്ടി കൃത്യമായിട്ട് Not the കാര്യം point. പറയാം. ഞാനേ ഒരു അബദ്ധമാണ്. ഇത് അച്ഛനും അമ്മയും പറഞ്ഞതാണോ സ്വയം പറഞ്ഞതാണോ? സ്വയം. അച്ഛന്റെ അമ്മയുടെ പേരെന്താ? അച്ഛന്റെ പേര് ബാബു എന്നാണ്, അമ്മയുടെ പേര് ലൈല എന്നാണ്. ലൈല ബാബു. രണ്ടുപേർക്കും പറ്റിയൊരു അബദ്ധമാണെന്ന് കുട്ടി എന്നെ സമ്മതിച്ചിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ല. ഓക്കെ, അതാണ് ഏറ്റവും വലിയ അബദ്ധം. ടീം എയിൽ കംപ്ലീറ്റ് അബദ്ധങ്ങളാണെന്ന് മനസ്സിലായപ്പോ ടീം ബിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല മിടുക്കുള്ള ആൾക്കാരാണ്. അത്ര അബദ്ധങ്ങളായിട്ടുള്ള ഇനി ആൾക്കാരാണ്. അവര് പറയുന്നത് എന്താ അറിയാമോ? ഞങ്ങളെല്ലാം നല്ല മിടുക്കരാണ്, പക്ഷെ ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഈ ടീമിൽ വന്നതാണ്. എന്റെ കുട്ടികൾ അങ്ങനെ പറയോ? ഒരിക്കലും ഇല്ല. ഇല്ല. ആ ഡയലോഗ് പറഞ്ഞോണ്ടിരിക്കുന്ന കുട്ടിയുടെ പേരാണ് അക്ഷയ. ഈ അക്ഷയ പേര് നിനക്ക് ഭയങ്കര ഇഷ്ടമല്ലടാ? അക്ഷയ എന്നുള്ള പേര് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാൻ പാടില്ല. എന്റെ വൈഫിന്റെ പേരും അക്ഷയ എന്നാണ്. അത് ഇവൻ പറയിപ്പിക്കും. അതുകൊണ്ട് ഞാൻ കേട്ടുപെടും. നല്ല പേരാണ്. ഇവ കല്യാണം കഴിച്ച് +2 പഠിക്കുന്ന ഒരു കൊച്ചുണ്ട്. ഇല്ല, ആ +2 പഠിക്കുന്ന കുട്ടിയുടെ കല്യാണം അടുത്തായി കേട്ടോ. ഓക്കെ, മോനെ കെട്ടിക്കാറായ? ആ മോർണിംഗ് കെട്ടിക്കാറായി. ഓക്കെ, എല്ലാം സമ്മതിച്ചു. പക്ഷെ ഇവന്റെ ഗ്രാൻഡ് ഡോട്ടർ ഇപ്പൊ 2ാം ക്ലാസ്സിലാണ് പഠിക്കണത്. എടാ, നിന്നെ പറഞ്ഞത് എന്നെ കളിയാക്കരുത് കേട്ടോ. ഓക്കെ, അക്ഷയ് എന്ത് ചെയ്യുന്നു? MSc ബയോടെക് കഴിഞ്ഞപ്പോ വെറുതെ ഇരിക്കുന്നു. ബയോടെക് കഴിഞ്ഞ് വെറുതെ ഇരുന്നു. അതായത് പഠിച്ചത് ബയോടെക് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. തോറ്റുപോയാ? തോറ്റൊന്നുമില്ല. ഈ MSc ബയോടെക്കിൽ എന്തൊക്കെയാ പഠിക്കുക? MSc ബയോടെക്കിൽ എന്തൊക്കെയോ പഠിക്കുന്നു. നിങ്ങൾ മറ്റേ ഈ ഒരു ചെടിയിലെ എന്തിനാ പോലെ വേറെ പഠിക്കുന്നെ? ചെടി എന്തിനാ പഠിക്കുന്നത്? ആ ചോദ്യം ഞാൻ എന്നോട് ചോദിക്കുന്നുണ്ട്. എന്തിനാ പഠിക്കുന്നത്? പഠിക്കുന്നത്. ഓക്കെ, അക്ഷയ മുഖലക്ഷണം കണ്ടിട്ട് ഒരു പാട്ട് പാടും തോന്നുന്നു. പാട്ട് പാടും? പാട്ട് പാടും. ശരി, ഒരു പാട്ട് പാടിക്കൊടുത്തേ. പക്ഷെ മെലഡി എനിക്ക് വരുള്ളൂ. മെല്ലയോ സ്പീഡിലോ എങ്ങനെ വേണം കടിച്ചോ? പാടിയാ മതി. நான் போகிறேன் மேலே மேலே பூலோகமின் காலின் கீழே விண்மீன்களின் கூட்டம் என் மேலே பூவாடையின் மீனை போலே நீ சிந்தினால் எந்தன் மேலே நான் பூக்கிறேன் பன்னீர் பூ போலே. നല്ലൊരു കൈയ്യടി കൊടുത്തേ. അക്ഷയെ പരിചയപ്പെട്ടു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ടീം ബിയിൽ ഏറ്റവും ഹൈറ്റ് ഉള്ള ആളാണ്. ദാറ്റ് ഈസ് ലിൻഡ. ഭക്ഷണമൊന്നും കഴിക്കില്ലടാ ലിൻഡ. ലിൻഡ അല്ല, ഭക്ഷണം അങ്ങനെ വെച്ചതാണ് നമ്മള്. ഞങ്ങൾ സെറ്റ് ചെയ്തതാണ്. അത് ഒരു പ്രതിമ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക. ലിൻഡ എവിടുന്നാ വരുന്നത്? ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ബാംഗ്ലൂരിന്നാ വരണേ. ആ, എന്താ ചെയ്യണം ബാംഗ്ലൂർ? ഞാൻ അക്ഷയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. MSc ബയോടെക്നോളജി ഒരുമിച്ച് ചെയ്തു, പാസ് ഔട്ട് ആയി. വെറുതെ ഇരിക്കുക. അക്ഷയ വെറുതെ ഇരിക്കുന്നു, കുട്ടിയും വെറുതെ ഇരിക്കുന്നു. നിങ്ങളെ ജോബ് നോക്കി നടക്കുക. ബയോടെക്നോളജി പഠിക്കുന്ന ആൾക്കാരൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഏതാണ്ട് ധാരണ ഞങ്ങൾക്ക് തരുന്നുണ്ട്. കൂട്ടുകാരി കണ്ടു പഠിക്കണം. ലിൻഡ നാട്ടിലെവിടെയാണ്? നാട്ടിൽ ട്രിവാൻഡ്രം. അല്ല, എന്റെ നാട്ടിലാണ്. ട്രിവാൻഡ്രത്ത് എവിടെയാണ്? ട്രിവാൻഡ്രത്ത് ഇത്ര ആള് തിരുമലേ? അതെ. എന്റെ വീടിന്റെ അടുത്താണ് കൊച്ചു. എനിക്ക് അങ്ങനെ തന്നെ വേണം. അല്ല, ട്രിവാൻഡ്രത്ത് വെറുതെ ഇരിക്കാൻ പറ്റായിട്ടാണോ ബാംഗ്ലൂർ പോയത്? ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആണ് നമ്മൾ. ഒരു 5 വർഷമായിട്ട് 5 വർഷം എങ്ങനെ ഇവിടെ- രക്ഷപ്പെട്ടു പോയി കുട്ടി. നിങ്ങൾ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ആൾക്കാരാണോ രണ്ടുപേരും? അത്യാവശ്യം. അത്യാവശ്യം. എന്നാലും അവസരം തരാം. രണ്ടുപേരും രണ്ടുപേരും. അപ്പൊ ഈ രണ്ടുപേരും അടിപൊളി ഡാൻസേഴ്സ് ആണ്. കൊട്ടാരത്തിന്റെ ഈ ഒരു അങ്കണം നമ്മളിപ്പോൾ ഒരു നല്ല നൃത്ത പൂങ്കാവനമാക്കാൻ പോകുന്നു. നല്ല ഡാൻസേഴ്സ് ആണെന്ന് നമുക്ക് ഈ പാട്ടും ഡാൻസും കണ്ടതിന് ശേഷം പറയാം. മുരുക, മ്യൂസിക് പ്ലീസ്. சொடக்கு மேல சொடக்கு போட்டுது ஏமரண்டு வந்து நடுத்தருவில் நின்னு சொடக்கு மேல சொடக்கு போடுது இருக்கீங்க என்னையா செய்வீங்க எப்பயா செய்வீங்க சொடக்கு மேல ஹாய் சொடக்கு மேல அப்படி சொடக்கு மேல சொடக்கு போட்டுது ஏமரண்டு வந்து நடுத்தருவில் நின்னு சொடக்கு மேல சொடக்கு போடுது താങ്ക് യു. നല്ലൊരു കൈയടി.
ടീം ബിയിൽ മൂന്നാമത്തെ ആളെ ഞാൻ പരിചയപ്പെടുത്താം. ദാറ്റ് ഈസ് സൗമ്യ. സൗമ്യ ഒരു ബോക്സറാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു നേഴ്സായിരുന്നു. രോഗികളോട് ഗുസ്തി പിടിച്ച് മടുത്ത് ഇപ്പൊ ശരിക്കൊരു ഗുസ്തിക്കാരിയായി മാറി. നിന്റെ ടീമിൽ മിക്ക സമയത്തും ഒരു ബോക്സിംഗ് അറിയുന്ന ഒരാളുണ്ട്. ഞാൻ നിന്നെ ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരാളെ കൊണ്ടുവരും. ഓക്കെ, സൗമ്യ എവിടെ വരുന്നേ? ഞാൻ കൊച്ചിന്ന്. കൊച്ചിന്ന്. അയ്യോ, ഒരു ബോക്സർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊച്ചിന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും എനർജി പോയില്ലേ? അങ്ങനെയൊന്നുമില്ല, കൊച്ചിക്കാർക്ക് നല്ല സ്ട്രോങ് ഉള്ളവരാട്ടോ. എന്താണ് ഈ ബോക്സിംഗിലേക്ക് ഇറങ്ങിയതിന്റെ കാരണം? വെറുതെ നാസിം മണി. എനിക്ക് ഗോദ സിനിമയില്ലേ, അത് കണ്ടതിന് ശേഷമാണ് എനിക്ക് ഭയങ്കര ക്രേസ് ആയിട്ട് ഞാൻ പോയത്. ഈ നഴ്സിംഗ് പണി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയായിരുന്നോ? ബുദ്ധിമുട്ടൊന്നുമില്ല, എന്താണ് അവരെ നമ്മളെ സ്നേഹം കൊടുത്ത് പെരുമാറി കഴിഞ്ഞാൽ. എന്റെ സ്നേഹം തീർന്നാ? സ്നേഹം ഏതെങ്കിലും രോഗി കഴുത്തിന് പിടിച്ചിട്ടുണ്ടോ? അതിനുശേഷമാണ് നമ്മള് ഗുസ്തിയിലേക്ക് ഇറങ്ങിയത്. അങ്ങനെയൊന്നുമില്ല. കുട്ടികളെ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴേ എന്തൊക്കെ ടിപ്സ് ആണ് നിങ്ങൾ ചെയ്യുന്നത്? ഇഞ്ചക്ഷൻ ഒന്നും ഞാൻ ചെയ്യാറില്ല, എനിക്ക് പേടിയാ. ചുമ്മാ അല്ല പണി നിർത്തിയിട്ട് പോയത്. നന്നായി നന്നായി. സൗമ്യയുടെ വർത്താനം കേട്ടിട്ട് ഒരു മലയാളി ലുക്കേ ഇല്ല. പിന്നെ എന്ത് ലുക്കാണ്? ഒരു പഞ്ചാബി. കൊങ്ങിണിയാണ്. കൊങ്ങിണിയാണോ? എന്നിട്ട് എന്താ കൊങ്ങിണി ഭാഷയിൽ സംസാരിക്കാൻ അറിയാലോ? കൊങ്ങിണി എഴുത്തില്ലല്ലോ, പറച്ചില് മാത്രമല്ലോ. അപ്പൊ കൊങ്ങിണിയിൽ 2 ഡയലോഗ് പറഞ്ഞേ. അന്നു തുമ്മി അത്തിത്തികർത്ത. അന്നു തുമ്മി. കമ്മത്താൻ കമ്മത്തിലെ പടത്തിലെ ഡയലോഗ്. അതന്നെ. ടീം എയും ടീം ബിയും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. സോ മൂവിംഗ് ഓൺ ടു ഫസ്റ്റ് ഗെയിം, ദാറ്റ് ഈസ് സവാരി ഗിരിഗിരി. ഗെയിമിനെ പരിചയപ്പെടുന്നതിന് മുന്നേ പരിചയപ്പെടാൻ പോകുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അവരാണ് നിങ്ങളെ സ്നേഹിക്കാൻ പോകുന്നത്. അവരാണ് ബാഹുബലി ബോയ്. സവാരി ഗിരി മത്സരത്തിനായിട്ട് നമുക്ക് ക്ഷണിക്കാം ടീം എ. ടീം എ, പ്ലീസ് കം. നിങ്ങളെ വിളിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്തറിയാമോ, അവർ തിമിർത്ത് പൊളിച്ച് ഇവിടെ വരും. ആ എനർജിയാണ് ഇവിടെ വാരി വിതറാൻ പോകുന്നത്. ഇതെന്താ എനർജി? ഇവിടെ എത്തിയപ്പോഴേക്ക് എന്തൊക്കെയാ വിഴുങ്ങി. സോ ആദ്യം സവാരിഗിരി മത്സരത്തിൽ ടീം എയിൽ നിന്ന് വരാൻ പോകുന്നത് റിഷാനയാണ്. റിഷാന, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, ഗോ. റിഷാന, ഇവിടുന്ന് സേഫായിട്ട് പോയി ആദ്യം ആ വെള്ളം 2 ബക്കറ്റ് ആ എഡ്ജ് വരെ കറക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷ ആ 2 ബക്കറ്റ് വെള്ളം നമ്മുടെ ബീക്കറിൽ നിറയ്ക്കുമെന്ന്. എന്താ പറ്റിയേ? ഞാൻ വിചാരിച്ചു അവിടെ കളയാനാണ് പറഞ്ഞത്, അങ്ങനെയാണ് മനസ്സിലായതെന്ന്. അതായത് ഇവിടുന്ന് അവിടെ വരെ എത്തിയിട്ട് പുറത്തേക്ക് കളയാൻ. എന്തായാലും റിഷാനയ്ക്ക് ഗെയിം ഇപ്പൊ മനസ്സിലായി. ഇനി ഒരു ചാൻസ് കൂടെ ഉണ്ട്, ഒന്ന് റെസ്റ്റ് എടുക്കുക. നമുക്ക് അടുത്ത ആളെ വിളിക്കാം. സവാരിഗിരി രണ്ടാമത് വരാൻ പോകുന്നത് സുറുമിയാണ്. സുറുമി, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, ഗോ. ആ വരവ് കണ്ട മോഹൻലാൽ വരുന്നവനെ. ആദ്യം ആക്ഷൻ കാണിക്കും. മിടുക്കി, അതായത് നല്ല രീതിയിൽ പോയി മത്സരിച്ചു. ഞാൻ പക്ഷെ അവിടെ നിന്ന് സ്ലിപ്പായി പോകുന്നതാണ്. പക്ഷെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പറയുന്നത് ഇപ്പൊ എങ്ങനെയാ? പറയൂ. എങ്ങനെയോ രക്ഷപ്പെട്ടിട്ട് വന്നു. അടുത്ത ആള് പോവാൻ നിൽക്കണം, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇവിടെ നിൽക്കുന്നവരുണ്ടല്ലോ, എന്താ ബാഹുബലി ബോയ്സ് അല്ലേ, അതൊക്കെ മേലെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആൾ വിടാം. ബാഹുബലി ചേട്ടന്മാരെ ജാസ്മിനാണ് വരാൻ പോകുന്നത്. ഞാൻ പ്രത്യേക ട്രീറ്റ് ചെയ്യാൻ ഒന്ന് കാത്തോണേന്ന്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ജാസ്മിൻ. ജാസ്മിൻ, ഗുഡ് ലക്ക്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, ഗോ.
സവാരിഗിരിയിൽ അടുത്ത് വരാൻ പോകുന്ന റിഷാന ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. എല്ലാ പ്രതീക്ഷയും ടീം എക്ക് സുറുമിലാണ്. സുറുമി ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. ടീം എയിൽ അവസാനത്തെ 2 ബക്കറ്റ് വെള്ളം നിറയ്ക്കാനായിട്ട് വരാൻ പോകുന്നത് ജാസ്മിൻ ആണ്. ജാസ്മിൻ, ഗുഡ് ലക്ക്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. എല്ലാവരും ചേർന്ന് ആദ്യം നല്ലൊരു കയ്യടി കൊടുത്ത ടീമേക്ക്. എന്തെന്നറിയാമോ സൂരജ്, ഇവർ മിടുക്കികളാണ്. കാരണം ഇവർ കുറേ അധികം സ്ട്രഗിൾ ചെയ്തെങ്കിലും ബാഹുബലി ബോയ്സിനെ തല്ലി തകർത്തതേ അവർ അത്രയും വെള്ളം നിറച്ചിരിക്കുകയാണ്. മിടുക്കികളാണ് എല്ലാവരും. ഓക്കെ, നമുക്ക് എന്തായാലും എനിക്ക് അത്രയും വെള്ളം നിറച്ചത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്കൊരു ഡാൻസ് ഒരുമിച്ച് ഞാൻ കൂടെ ചേരാം. മ്യൂസിക് പ്ലീസ്. മത്സരത്തിന്റെ തീപ്പരി കൊണ്ട് ആവേശത്തിന്റെ അമിട്ട് പൊട്ടിക്കുന്ന ഷോ ദാറ്റ് ഈസ് ബോയിങ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. സൂരജ്, ടീമേ ഇത്രയും വെള്ളം നിറച്ചു, എനിക്ക് എന്താ പ്രതീക്ഷ ഇനി തീർച്ചയായിട്ടും ആ ബക്കറ്റ് ഇപ്പുറത്ത് വെറുതെ ഇരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്റെ കുട്ടികളുടെ മുഖത്ത് ഒരു മന്ദഹാസം ഉണ്ടല്ലോ. ആ മന്ദഹാസം അതിൽ വെള്ളമായിട്ട് വരില്ലേ കുട്ടികളെ? വരില്ലേ? വെൽക്കം ടീം ബി, പ്ലീസ് കം. में रहना बड़ी सहरीली अख
ഭയങ്കര ഭയങ്കര എനർജറ്റിക് ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് അപ്പൊ മത്സരത്തിലേക്ക് കടക്കാം. റെഡി? ആരാ സൂരജ് ആദ്യം വരാൻ പോകുന്നത്? ടീം ബിയിൽ നിന്ന് ആദ്യം വരാൻ പോകുന്ന അക്ഷയ. അക്ഷയ, good അക്ഷയ, luck. your time starts now. 3, 2, 1, go. അക്ഷയ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇരുന്ന് പോയാൽ മതിയായിരുന്നു. ഇരുന്ന് പോയാൽ കുഴപ്പമില്ല. അല്ല, മര്യാദയ്ക്ക് ഇരുന്ന് പോയപ്പോ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഒന്ന് മുട്ടുകുത്തി, അതിൽ കംപ്ലീറ്റ് അവര് മുട്ടുകുത്തിച്ചു അവര്. ലിൻഡ പോകുമ്പോ അത് പറഞ്ഞു കൊടുത്തേ. നമ്മൾ അവിടെ എത്തുമ്പോ ഇരുന്ന് പോണം. ഓക്കെ, അപ്പൊ ടീം ബിയിൽ നിന്ന് വീണ്ടും എന്റെ അഭിമാന സംരക്ഷണിയായിട്ട് ഞാൻ ലിൻഡയെ കൊണ്ടുവരാണ്. ഓക്കെ ലിൻഡ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. കളയല്ല, പൊക്കിപ്പിടി. അതന്നെ, അങ്ങനെ പിടി. നെറങ്ങിപ്പോ. ഇവിടെ അക്ഷയ കുറെ സ്ട്രാറ്റജി പ്ലാൻ ഒക്കെ പറഞ്ഞു തന്നു ലിൻഡയ്ക്ക്. എന്നിട്ട് ലിൻഡ അതൊന്നും പാലിച്ചില്ല. എന്താ പറ്റിയേ? അത് അവിടെ ചെന്നപ്പോ എല്ലാം മറന്നുപോയി. ഇത്രയും പ്ലാനിങ് ഇവിടെ വിട്ടിട്ട് പിന്നെ അവിടെ പോയിട്ട് കിടന്ന് കളയേണ്ട കാര്യമുണ്ട്? അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. അവിടെ ചെല്ലുമ്പോ എവിടേക്കോ എത്തുക. ഉദ്ദേശങ്ങൾക്ക് അപ്പുറത്താണ് കാര്യങ്ങൾ. ഗുസ്തിക്കാരിയായിട്ടുള്ള സൗമ്യയാണ് ബാഹുബലി ബോയ്സുമായിട്ട് ഗുസ്തി പിടിക്കാൻ വരാൻ പോകുന്നത്. സൗമ്യ, ഓൾ ദി ബെസ്റ്റ്. ടീം ബിയിൽ നിന്ന് വീണ്ടും ഗുസ്തിക്കാരി ഇറക്കുകയാണ് ഞാൻ. രക്ഷപ്പെടുത്തുവോ? ബാക്കി ഉണ്ടാവോ? ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. പോട്ടെ, കളയരുത്. ആയി വാ, പോട്ടെ. ഓ, കുറച്ച് വെള്ളം സൗമ്യ അവിടെ എത്തിച്ചിരിക്കുകയാണ്. സൗമ്യ പോയി. അടിപൊളി. അത്ര സൗമ്യ അല്ലാതെ തിരിച്ചു വന്നു. ഒന്നും പറയാനില്ല. സൂപ്പർ. എവിടെ എത്തിയപ്പോഴാണ് ബാഹുബലിയുടെ അറ്റാക്ക് ശരിക്കും ഫീൽ ചെയ്തത്? സെന്ററിൽ എത്തിയപ്പോഴാണ്. അപ്പൊ സെന്ററിലാണ് നമുക്ക് ഇനി ശ്രദ്ധിക്കേണ്ടത്. അടുത്ത റൗണ്ടിൽ പോകുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ മനസ്സിലായില്ലേ? സ്ട്രാറ്റജി മനസ്സിലായില്ലേ? അടുത്ത് വരാൻ പോകുന്നത് ടീം ബിയിൽ നിന്ന് ആരാണ്? ടീം ബിയിൽ നിന്ന് വീണ്ടും അക്ഷയ വരികയാണ്. അക്ഷയ, പ്രതീക്ഷ വീണ്ടും ഞാൻ അങ്ങനെ പൊടി തട്ടി എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അക്ഷയ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. അക്ഷയ അതിനെ കടന്നു. Go, നെറങ്ങിപ്പോ. Go, finish ചെയ്യ്. കെയർഫുൾ ആയിട്ട് ഇറങ്ങും. നോക്കി ഇറങ്ങും. ടീം ബിയിൽ നിന്ന് എല്ലാ പ്രതീക്ഷയുമായിട്ട് വരാൻ പോകുന്നു ലിൻഡ വരുന്നു. ടീം ബിയിൽ നിന്ന് അഗൈൻ ലിൻഡ വരുന്നു. ലിൻഡ, ഞാൻ പ്രതീക്ഷിക്കുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. പോട്ടെ. അയ്യോ, കളഞ്ഞ്. മറ്റേ സേഫ്. അപ്പുറത്ത് വെക്ക്.
ഗുഡ് ജോബ്, വെരി ഗുഡ് ജോബ്. ടീം ബിയിൽ നിന്ന് ആ ഗുസ്തിക്കാരി വീണ്ടും വരാൻ പോവുകയാണ്. അപ്പോ ദേ നമ്മുടെ ഇതുവരെയുള്ള അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പരിതാപകരാണ്. അവസാനത്തെ അവസരമാണ്. ഗുസ്തിക്കാരിയെ തന്നെയാണ് വിടുന്നത്. എന്റെ തുറുപ്പ് ചിറ്റിനെ വിടുന്നത്. ഈ 2 ബക്കറ്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും. നിനക്ക് തീരുമാനിക്കാൻ ജയിക്കണോ വേണ്ടോ എന്നുള്ളത്. സോ അഗൈൻ വരുന്നു സൗമ്യ. All the best, Soumya. Your time starts now. 3, 2, 1, go. പോട്ടെ പോട്ടെ. Very good, very good. പോട്ടെ പോട്ടെ. ഗുഡ് ജോബ് ടാ. സൂപ്പർ ടാ, സൂപ്പർ. അത് തട്ടിക്കളെ. സൂപ്പർ സൂപ്പർ. അടിപൊളി. സൗമ്യ എനിക്ക് വേണം. സൗമ്യ നിങ്ങൾ എനിക്ക് തരണം. സൗമ്യ ഞാൻ ഇങ്ങ് എടുക്കുക. അടി. അതാണ്. ഓക്കെ, സൗമ്യ ആയിരുന്നു സൂരജിന്റെ ടീമിലെ ഏറ്റവും വലിയ സ്റ്റാർ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സൂപ്പറാണ്. സൂപ്പറാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ. നമ്മൾ പഠിച്ച ഗുസ്തി ഇവിടെ ഉപയോഗപ്പെട്ട. അതന്നെ. ഉപയോഗപ്പെട്ടു. നേരത്തെ ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തു. എനിക്ക് അത് മാത്രമുള്ള ലക്ഷ്യം. അത് കാരണം ഞാൻ അതിൽ വെള്ളം ഒഴിച്ചു. നമ്മൾക്ക് പഠിക്കാൻ കൊടുത്ത ഗുസ്തി നമ്മൾ നന്നായി ഉപയോഗിച്ചു അല്ലേ? അതന്നെ, നമുക്ക് പഠിക്കാൻ കൊടുത്ത ഗുസ്തി. അല്ല, നിങ്ങൾ ഈ കമ്മത്ത് ആ ഒരു കൊങ്ങിണി ലാംഗ്വേജ് ഉണ്ടായിട്ട് നിങ്ങൾ എന്താ ഈ നമ്മൾ പറയാത്തെ? കൊങ്ങിണിക്കാർ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്ന് പറയില്ലേ? അവര് ഗോവ ടൈപ്പുകാരാണ്. അപ്പൊ അവർക്ക് മലയാളം വരുമ്പോ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്. എന്തായാലും ടീം എയും ടീം ബി ഇവിടെ ഗംഭീരമായിട്ട് മത്സരിച്ചു. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അവിടെ പോകേണ്ട ഒരു ആവശ്യമില്ല. ടീം ബി ആണ് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി വെള്ളം ഇവിടെ നിറച്ചിരിക്കുന്നത്. ടീം ബി കിട്ടുന്നു 300 പോയിന്റ്സ്. അടിപൊളി. ലാസ്റ്റ് ഒരു പോയിന്റ് ഫിനിഷ് എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഫിനിഷ് ചെയ്തു. എന്തായാലും ടീം ബി വിജയിച്ചതല്ലേ? ഒന്ന് ആഘോഷിക്കാൻ മുരുക ഞങ്ങൾക്ക് ഒരു മ്യൂസിക് തരൂ. മത്സരവും ആഘോഷവും പോയിന്റ്സ് എല്ലാം മാറി മറിയാൻ പോവുകയാണ്. ഇനിയും ഗെയിം വരും. ഒന്ന് കാത്തിരിക്കുക. ദിസ് ഈസ് ബോയിങ് ബോയിങ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. ഓരോ നിമിഷവും ആവേശം നിറയ്ക്കുന്ന മത്സരങ്ങൾ കൊണ്ട് പൂത്തിരി കത്തിക്കുന്ന ഷോ ദാറ്റ് ഈസ് ബോയിങ് ബോയിങ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. ആദ്യത്തെ മത്സരം സവാരിഗിരിയിൽ കഴിയുമ്പോൾ ടീം എ പരാജയപ്പെട്ടിരിക്കുകയാണ്. നേടിയിരിക്കുകയാണ്. അപ്പൊ ഇനി എനിക്ക് എന്റെ പ്രതീക്ഷ, എന്റെ കുട്ടികളുള്ള പ്രതീക്ഷ ഞാൻ രണ്ടാമത്തെ മത്സരമാണ്. അതുകൊണ്ട് ടീം എക്കും ടീം ബിക്കും ആയിട്ട് പറയുകയാണ്. ആ മത്സരത്തിന്റെ പേരാണ് തലയണ മന്ത്രം. ടീം എയിൽ നിന്ന് തലയണ മന്ത്രം മത്സരിക്കാനായിട്ട് വരാൻ പോകുന്നു റിഷാന. ടീം ബിയിൽ നിന്ന് വരുന്നു അക്ഷയ. ഓൾ ദി ബെസ്റ്റ്. Your time starts now. 3, 2, 1, go. എന്താ അക്ഷയ പറ്റിയത്? സ്ലിപ്പായി പോയി. അവിടെ പറയൂ റിഷാന. ഒരു പണി ഉണ്ടായിട്ടില്ല, വെറുതെ ക്ലോസ് ചെയ്തിട്ട് നിന്നാ മതി. ഒരു പണി ഉണ്ടായിട്ടില്ല. എതിരില്ലാണ്ട് ജയിച്ച പോലെ അല്ലേ? ടീം എയിൽ നിന്ന് റിഷാനയാണ് ബോർഡർ ലൈൻ ക്രോസ് ചെയ്തിരിക്കുന്നത്. റിഷാനയ്ക്ക് 50 പോയിന്റ് കിട്ടി. മാത്രമല്ല ഒരു ജോലി എടുക്കാതെ ഓപ്പോസിറ്റ് ആൾ വെള്ളത്തിൽ പോയി 100 കിട്ടി. ടോട്ടൽ 150 പോയിന്റ്സ് ടീം എ. എന്തായാലും അയാൾ വെള്ളത്തിൽ പോയതിന്റെ ഒരു സങ്കടമുണ്ട്. ഇയാൾക്ക് പോയിന്റ് കിട്ടിയ സന്തോഷം. അതായത് എതിരില്ലാണ്ട് വിജയിച്ചതിന്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ടാവും. ഡബിൾ മടങ്ങ് സന്തോഷം. രണ്ടുപേർക്ക് സന്തോഷിക്കാനായിട്ട് ഞങ്ങൾ ഒരു അവസരം തരികയാണ്. മുരുക മ്യൂസിക് പ്ലീസ്.
ആദ്യത്തെ റൗണ്ട് പോകുമ്പോൾ ടീം എ ആണ് 150 പോയിന്റ് നേടിക്കുന്ന ടീം ബി 0 പോയിന്റ് ആണ്. ഇനി ഒരു പ്രതീക്ഷയോടുകൂടി വീണ്ടും ടീം എയിൽ നിന്ന് ക്ഷണിക്കുന്നു സുറുമി ആൻഡ് ടീം ബിയിൽ നിന്ന് ലിൻഡ. ഓൾ ദ ബെസ്റ്റ്. Your time starts now. 3, 2, 1, go. Fast, Go, fast, go, go. വിഷയ് ഫ്രണ്ടിലോട്ട് വിഷയ്. ലിൻഡയ്ക്ക് എന്താണ് ഈ ഒരു ഗെയിമിൽ നിന്ന് മനസ്സിലായത്? എനിക്കൊന്നും അറിയാൻ മേല. അല്ല, എന്തൊക്കെയോ നടന്നു. ആ പില്ലോ പിന്നെയും കടിച്ചു പിടിക്കുന്നത് അത് എടുത്തിട്ട് ഫൈറ്റ് ചെയ്യണ്ടേ? അല്ല, എന്റെ ഫുൾ കോൺസെൻട്രേഷൻ ആ റെഡ് ലൈൻ ക്രോസ് ചെയ്യുന്നതിനകത്തായിരുന്നു. Fight അതിന് മുമ്പ് വിട്ടുപോയി. അപ്പുറത്തിപ്പുറത്തെത്തിയില്ലേ? ഓക്കെ, അടുത്ത ആള് പറയും. അവിടുന്ന് ഒന്ന് ഗെയിം വിൻ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ തകർത്തു. അതിനൊന്നും ആ, തകർത്തില്ലല്ലോ, ഒന്നും അവരെല്ലാം തകർത്തില്ലല്ലോ. തകർത്തില്ല. ഒന്നും തകർത്തില്ല. എന്തായാലും തകർന്ന തരിപ്പണായി നിൽക്കുന്ന കുട്ടിക്ക് ഒരു മ്യൂസിക് പ്ലേ. ശരിക്കും പറഞ്ഞാൽ എനിക്കാ ഇപ്പം ആ ഒരു പാട്ടിട്ട് തരേണ്ടത്. മോഹഭംഗതം ആ സംഭവം ഇപ്പൊ വേണം എനിക്ക്. കാരണം മെനക്കെട്ട് നേരത്തെ കിട്ടിയ 300 ഇവര് വെള്ളത്തിൽ കളഞ്ഞു. ഇനി ആകെ ഒരു പ്രതീക്ഷ എന്റെ ഗുസ്തിക്കാരിയിലാണ്. അതായത് ടീം എ അധ്വാനിക്കാതെ 300 കിട്ടിയതാണ് സൂരജ് പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, ഏറ്റവും വലിയ ടാസ്ക് വരാൻ പോകുന്ന ജാസ്മിനാണ്. കാരണം ഇവർക്ക് എന്തൊക്കെ പ്ലാൻ സൂരജ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നത്. ആ മത്സരത്തിന് ഞാൻ ക്ഷണിക്കുന്നു ടീം എയിൽ നിന്ന് ജാസ്മിൻ, ടീം ബിയിൽ നിന്ന് സൗമ്യ. Your time starts now. 3, 2, 1, go. Soumya, go, 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 go. Soumya, go. Soumya, വിടരുത്. അപ്പൊ അടിപൊളി. ഞാൻ ഗുസ്തിക്കാരി ഇറക്കി കഴിഞ്ഞാൽ ഒരിക്കലും മോശമാവാറില്ല. ഗുസ്തിക്കാരിയെ പിടിക്കുകയാണ്. വീണ്ടും ഇവിടെ ഗുസ്തിക്കാരിയുടെ ആ ഒരു പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രകടനം ഞാൻ കണ്ടു. ഇവിടെ സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ടീം എക്ക് റെഡ് ലൈൻ ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഗുസ്തിക്കാരി തള്ളി താഴിട്ടു. പക്ഷേ നമ്മുടെ ഗുസ്തിക്കാരിയാണെങ്കിൽ റെഡ് ലൈൻ ക്രോസ് ചെയ്യാൻ മറന്നുപോയി. ചുരുക്കി പറഞ്ഞ സംഭവിച്ചിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീമിന് ടീം ബിക്ക് 100 പോയിന്റ് കിട്ടുന്നു, ടീം എക്ക് 0 പോയിന്റ്. സന്തോഷമായല്ലോ. ഒരു റെഡ് മാർക്ക് കടന്നിട്ടുണ്ടെങ്കിൽ 150 ആവില്ലായിരുന്നു. ഓക്കെ, പറയൂ, എക്സ്പീരിയൻസ് പറയൂ. രണ്ടുപേരും എന്താ പറയണ്ടേ? പറയൂ. ഗുസ്തി റെഡ് മാർക്കാണ് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. കാരണം ആ കുട്ടി റെഡ് മാർക്ക് കയറണ ഞാൻ കണ്ടായിരുന്നു. ഇല്ല, റെഡ് മാർക്ക് കുട്ടി കടന്നിട്ടില്ല, ജസ്റ്റ് എത്തിയിട്ടേ ഉള്ളൂ. അതായത് 2 റെഡ് മാർക്ക് ഉണ്ട്. ആ ഓപ്പോസിറ്റ് നിങ്ങളുടെ ടീമിന്റെ റെഡ് മാർക്കിൽ എത്തിയില്ല. അങ്ങനെയാണ്. അതാണ് അടിച്ചിട്ടതിന് ശേഷം ക്രോസ് ചെയ്താൽ മതിയായിരുന്നു. അടുത്ത ആൾ ഒരു നിമിഷം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. പറയും. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ആ തലയുടെ എടുത്തിട്ട് ബാക്കിൽ വെച്ചിട്ട് കിടന്നല്ലേ. ഈ പൂഴിക്കടകം അറിയോ? ഒരു നിമിഷം എവിടെയെങ്കിലും വായി സങ്കടം എന്താന്നറിയോ, രാവിലെ കഷ്ടപ്പെട്ട് മേക്കപ്പ് മാൻ ചേട്ടനൊക്കെ ചെയ്ത് തന്നതോ, ഇപ്പൊ ഇത് ഫുള്ളും പോയി. മത്സരിക്കാൻ വന്നത് രാവിലെ കഷ്ടപ്പെട്ട് ചേട്ടൻ മേക്കപ്പ് ചെയ്തു, അത് വെള്ളത്തിൽ പോകുന്നതാണ് ഏറ്റവും പോയിന്റ്. വെള്ളത്തിൽ പോകുന്നതിന് കുഴപ്പമില്ല. എന്റെ ഹെയർ സ്റ്റൈലും ഇവരെ ശരിക്കും പറഞ്ഞാൽ വല്ല റാമ്പ് എന്റെ ഈ ബോഡി, എന്റെ ഈ സൗന്ദര്യം, അതാണോ? ബോയിങ് ബോയിലെ രണ്ടാമത്തെ ഗെയിം തലേണ മന്ത്രം മത്സരം ഇവിടെ അവസാനിക്കുമ്പോൾ ടീം എ ടോട്ടൽ നേടിയിരിക്കുന്നത് 300 പോയിന്റ്സ് ആണ്. ആൻഡ് ടീം ബി നേടിയിരിക്കുന്നത് നേരത്തെ 300ഉം ഇപ്പോഴും 100ഉം ചേർത്തുകൊണ്ട് 400 പോയിന്റ് നമ്മൾ ലീഡ് ചെയ്യുന്നുണ്ട്. അടുത്ത റൗണ്ട് ആ താമരശ്ശേരി ചുരത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴേക്ക് പോയിന്റുകൾ ഒരു പക്ഷേ മാറി മറിഞ്ഞേക്കാം. ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന താമരശ്ശേരി ചുരത്തിനായിട്ട് ഒരു നിമിഷം ഒന്ന് കാത്തിരിക്കുക. ദിസ് ഇസ് ബോയിങ് ബോയിങ്, ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. ബോയിങ് ബോയിങ് വലിഞ്ഞു കയറുന്നവരുടെയും മറിഞ്ഞു വീഴുന്നവരുടെയും രസക്കാഴ്ച. ദാറ്റ് ഈസ് ബോയിങ് ബോയിങ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വലിഞ്ഞു കയറുന്നത്, വലിഞ്ഞു കയറാൻ പോവുകയാണ്. ആ വലിഞ്ഞു കയറുന്ന മത്സരത്തിന്റെ പേരാണ് താമരശ്ശേരി ചുരം. ഓക്കെ, ടീം എക്കും ടീം ബിക്കും നിങ്ങളുടെ പൊസിഷനിലേക്ക് പോവാം. താമരശ്ശേരി ചുരം കയറാണ്ട് ടീം എയും ടീം ബിയും അവിടെ ഓൾ സെറ്റ് ആണ്. നിങ്ങളുടെ അതാത് ടീമിന്റെ ബോൾസ് കയ്യിലെടുക്കാം. ബോളെടുത്തോ?
യെസ്, ഇനി ഒരുമിച്ച് കയറാം താമരശ്ശേരി ചുരം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. റിഷാന കേറൂ, റിഷാന. Very good. Good, good, very good, Linda. Very good, Linda. Last 3 minutes. പോട്ടെ 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 പോട്ടെ. ലാസ്റ്റ് 1 minute ഒരാൾ കേറ്. Last 30 seconds only. Last 10 seconds. 9 8 7 6 5 4 3 2 1 0. ടൈം ഔട്ട്. അപ്പൊ എന്തായാലും ടീം എയിലും ടീം ബിയിലും രണ്ടുപേരും വീതം അവശേഷിച്ചിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് 4 പേർക്കും മുകളിൽ താമരശ്ശേരി ചുരം കയറാൻ പറ്റില്ല. വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം പറഞ്ഞില്ലേ? സൈഡ് പിടിച്ച് കയറിക്കോ. താമരശ്ശേരി ചുരം ഇറങ്ങാനുള്ള സമയമാണ്. പ്ലീസ് കം.
താമരശ്ശേരി ചുരം റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ബോയിങ് ഇന്നത്തെ ആവേശം നിറഞ്ഞ വാശിയേറിയ മത്സരങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട് മത്സരം അവസാനിക്കുമ്പോൾ? സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. ഏത് ഗെയിമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? താമരശ്ശേരി ചുരം. ടീം ബിയിലേക്ക് പോകുമ്പോ ടീം ബി അക്ഷയ എന്ത് പറ്റി? അടിപൊളിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അക്ഷയ ഇവിടുന്ന് തള്ളി 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 തളർന്നുണ്ട്. തള്ളി ഞാൻ അവിടെ മടുത്തു. എനിക്ക് അങ്ങോട്ട് കേറാനുള്ള ചാൻസ് കിട്ടിയില്ല. ഓക്കെ, എന്തായാലും ആ സന്തോഷത്തോടെ നമുക്ക് ഇനി മാർക്ക് അറിയാം. ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു, വാശിയേറിയ മത്സരമായിരുന്നു. ഇഞ്ചോട് ഇഞ്ച് മത്സരം പോരാടി ഓരോ കടുകിടയിലും പോയിന്റുകൾ മാറി മറിഞ്ഞ മത്സരം. അതിന്റെ സ്കോർ പറയട്ടെ. ആദ്യത്തെ മത്സരം സവാരിഗിരി മത്സരം കഴിയുമ്പോൾ ടീം എ ദയനീയമായിട്ട് 0 പോയിന്റ് മേടിച്ചു. അവര് മേടിച്ചത് 300 പോയിന്റ് ആണ്. രണ്ടാമത്തെ മത്സരം തലയണ മന്ത്രത്തിൽ ടീം എ 300 പോയിന്റ് നേടിയപ്പോൾ ടീം ബി 100 പോയിന്റ്. കുഴപ്പമില്ല. മൂന്നാമത്തെ മത്സരം താമരശ്ശേരി ചുരം കയറുമ്പോൾ രണ്ട് ടീമിൽ നിന്നും ഒരാൾക്ക് വീതമേ കയറാൻ സാധിച്ചുള്ളൂ. നിങ്ങൾ കിട്ടിയിരുന്ന 200 പോയിന്റ്, അതുപോലെ ടീം ബി കിട്ടിയിരുന്നതും 200 പോയിന്റ്. അപ്പൊ ചുരുക്കത്തിൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ റൗണ്ടിൽ ഒരു 100 പോയിന്റ് എക്സ്ട്രാ കിട്ടിയത് കൊണ്ട് മാത്രം നമ്മൾ വിജയിച്ചു. 600 പോയിന്റ്. സൂപ്പർ. ടീം എക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 500 പോയിന്റ്സ് ആണ്. അവർക്ക് നല്ലൊരു കൈയടി. എനിക്കൊന്ന് ഏറ്റവും കുറവ് സ്കോർ ചെയ്യപ്പെട്ട ഒരു മത്സരം എപ്പിസോഡ് ഇതായിരിക്കും. പക്ഷെ വാശിയേറിയ മത്സരമായിരുന്നു. അതെ, അത് കട്ടക്കുണ്ടല്ലോ, അത്രയും കൃത്യമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പോയിന്റ് ഫിനിഷ് ആയിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. സൂപ്പർ. സോ ഇന്നത്തെ നമ്മുടെ വിന്നിംഗ് ടീം ബിക്ക് ലഭിക്കുന്നു 4 വിഷ് മാട്രസ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം 3 പേർക്കും. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ തോറ്റുപോയെങ്കിലും 100 പോയിന്റ് തോറ്റെങ്കിലും നിങ്ങൾക്ക് റണ്ണേഴ്സ് അപ്പ് ടീമിനും സമ്മാനമുണ്ട്. ഓർബിസ് ക്രിയേറ്റീവ് സ്പോൺസർ ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. സൂപ്പർ. ഓരോ എപ്പിസോഡ് അവസാനിക്കുമ്പോഴും നമ്മുടെ ആവേശത്തിനും സന്തോഷത്തിനും ഒരു കുറവുമില്ല. പക്ഷെ മറ്റൊരു എപ്പിസോഡിൽ ഇതുപോലെ ആവേശവും സന്തോഷമായിട്ട് തിരിച്ചു വരുന്നതാണ്. അതുവരെ ഇന്നേക്ക് ഞങ്ങൾക്ക് പോകാനുള്ള സമയമാണ്. ദിസ് ഈസ് ബോയിങ്. ഇറ്റ്സ് മീ ദീപൻ സൈനിങ് ഓഫ്. ആൻഡ് ഇറ്റ്സ് മീ സൂരജ്. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ലവ് യു ഓൾ.